ഈ തെരഞ്ഞെടുപ്പ് കാലം അത്ര നല്ല കാലമല്ല മുഖ്യനെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്ന് വേണമെങ്കിലും ഒരു അറസ്റ്റോ ഒരു ചോദ്യം ചെയ്യലിന് വിളിപ്പിലോ ഒരു ഇൻഡാസോ മുഖ്യന്റെ വസതിയിലേക്ക് വരാം, അതും മകളുടെ പേരിൽ. എപ്പോൾ വേണോ അത് വന്നേക്കാം എന്ന് തന്നെയാണ് സാധ്യത. തെരഞ്ഞെടുപ്പിന് മുൻപ് വേണോ പിൻപ് വേണോ എന്ന് മാത്രമേ ഉള്ളൂ സംശയം. എന്തായാലും ഇഡി രണ്ടും കൽപ്പിച്ചു തന്നെ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപട്ടിക തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കൂടുതൽ അന്വേഷണത്തിലേക്ക് എന്ന സൂചന കൂടി വരികയാണ്. വീണ പ്രതിപട്ടികയിലെത്തിയാൽ അറസ്റ്റിന് സാധ്യത കൂടും. കരിമണൽ ഖനന രംഗത്തുള്ള സ്വകാര്യ കമ്പനി ഒന്നാം പ്രതിയും കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ രണ്ടാം പ്രതിയും കമ്പനി സീനിയർ മാനേജർ മൂന്നാം പ്രതിയും സീനിയർ ഓഫീസർ നാലാം പ്രതിയും എക്സാലോജിക് സൊല്യൂഷൻസ് അഞ്ചാം പ്രതിയും വീണ വിജയൻ ആറാം പ്രതിയുമാണ് എന്നാണ് സൂചന. ഇതിൽ ആദ്യ 4 പ്രതികളുടെ ചോദ്യം ചെയ്യൽ നടന്നു കഴിഞ്ഞു. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനും സാധ്യത ഏറെയാണ്. ആദ്യ 4 പ്രതികൾ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ടവരായിരിക്കും എന്നാണ് റിപ്പോർട്ട്. സീരിയസ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എക്സാലോജിക്കും കരിമണൽ ഖനന കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് അന്വേഷണം നടക്കുന്നത്. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടികളെന്ന് ആരോപണം ഉയരുന്നത്. ഇതിലെ നിയമവിരുദ്ധത ചർച്ചയാക്കാൻ CMRലും ശ്രമിച്ചു. ഇതിനിടെയാണ് ഇക്കാര്യത്തിൽ ഇഡി വ്യക്തത വരുത്തുന്നത്. എക്സാലോജിക്കിന് കൈമാറിയിട്ടുള്ള തുകകൾ സംബന്ധിച്ച തൃപ്തികരമായ വിശദീകരണം ലഭിക്കാത്തതിനാൽ കള്ളപ്പണ ഇടപാടായാണ് മാസപ്പടിയെ കാണുന്നത്. സംസ്ഥാന വ്യവസായ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ, രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഉദ്യോഗസ്ഥൻ എന്നിവരെയും ഇഡി മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തും. അതേസമയം പ്രതികളാകാൻ സാധ്യത ഉള്ളവർ അറസ്റ്റ് ഒഴിവാക്കാൻ നീക്കം തുടങ്ങി. സേവനത്തിന്റെ പേരിൽ 1,72,00,000 രൂപ നൽകിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്നാണ് ഇവർക്ക് ലഭിച്ച നിയമോപദേശം. PML ആക്ടിലെ ഷെഡ്യൂൾ കുറ്റകൃത്യങ്ങളിൽ ഇത് വരുന്നില്ല. കുറ്റകൃത്യത്തിൽ നിന്നും കക്ഷികൾ എന്തെങ്കിലും സമ്പാദിച്ചതായി തെളിഞ്ഞാലേ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരൂ. ഈ കേസിൽ അതില്ല. 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ PML ആക്ടിലെ ഷെഡ്യൂൾ പ്രകാരമുള്ള ക്രിമിനൽ കുറ്റം കണ്ടെത്തിയിട്ടില്ല എന്ന നിയമോപദേശം CMRന് അടക്കം കിട്ടിയിട്ടുണ്ട്. അതേസമയം മാസപ്പടി കേസിൽ വീണ വിജയനെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന സൂചനയും പുറത്തുവരുന്നു. ലോക്സഭാ വോട്ടെടുപ്പിന് ശേഷമാകും ചോദ്യം ചെയ്യൽ എന്നാണ് ലഭ്യമായ വിവരം. ചോദ്യം ചെയ്യലിനുള്ള സമൻസ് ഉടൻ അയക്കുമെന്നാണ് സൂചന. വീണ വിജയനും അവരുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സോഫ്റ്റ്വെയർ സ്ഥാപനത്തിനും പണം നൽകിയത് സംബന്ധിച്ച് CMRL MD അടക്കമുള്ളവരിൽ നിന്ന് മൊഴിയെടുത്തു കഴിഞ്ഞു. നടന്നത് കള്ളപ്പണ ഇടപാട് എന്ന് തെളിയിക്കാൻ പറ്റിയ രേഖകളും തെളിവുകളും ഉണ്ടായി എന്നാണ് നിലവിൽ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. വീണയുടെ ചോദ്യം ചെയ്യൽ ഡൽഹിയിൽ നിന്നുള്ള തീരുമാനമാകും നിർണായകമാവുക.